സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ ഈ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറിൻ്റെ ഉദ്ഘാടന വേദിയിൽ നിന്ന് ഇവിടെ സന്നിധായിരിക്കുന്ന ബഹുമാനപ്പെട്ട പി രവീന്ദ്രൻ നമ്മൾ VC അദ്ദേഹം ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു. അതുകൂടാതെ നമ്മുടെ പ്രിയങ്കരായ ശ്രീ VT ബലറാം ഇവിടെയുണ്ട്. അബ്ദുൽ ഹമീദ് മാഷ് ഇവിടുത്തെ ലോക്കൽ MLA കൂടിയാണ് അദ്ദേഹം. നമ്മുടെ പ്രിയപ്പെട്ട യുവ MP കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഹാരിസ് ബിലാൽ. അങ്ങനെ തുടങ്ങി പ്രഗത്ഭരായ പല നേതാക്കളും ഇവിടെ സന്നിധാനമായിട്ടുള്ള. അതിന് പുറമേ വിവിധ സെഷനുകളായിട്ട് സംസാരിക്കേണ്ട ശ്രീ ഗോപാൽ ഗുരു, ഭഗത് സിംഗ്, അബ്ദുറഹ്മാൻ IPS, ആസ് മുജബിദ, VT ബലറാം ഞാൻ പറഞ്ഞു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആതിഥേയരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇതിന് സൗകര്യങ്ങൾ ചെയ്യേണ്ട ഒരാൾ കൂടിയാണ്. നല്ല അതിഥികൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ക്ഷണിച്ച വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ ഈ വിഷയങ്ങളെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നവരൊക്കെയുണ്ട്. ഏതാനും മിനിറ്റ് 5-10 മിനിറ്റ് മാത്രം സംസാരിച്ച് അവർക്ക് വഴിമാറി കൊടുക്കാൻ ആഗ്രഹിക്കുക അനിവാര്യമായ സംഗതിയുമാണ്. ഇവിടെ CH ചേരൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ വളരെ കായിക പ്രസക്തമായ ഒരു സംഗതിയാണ് ചർച്ചയ്ക്കെടുത്തിട്ടുള്ളത്. ഒന്നാമതായി ടൈം ഫാക്ടറാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ അനിവാര്യമായ ടൈമിംഗ് ഇതാണ്. ലോക സാഹചര്യങ്ങളാകട്ടെ, ഇന്ത്യൻ സാഹചര്യമാകട്ടെ, കേരളത്തിലെ സാഹചര്യമാകട്ടെ, ആ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനമായ സന്ദർഭോചിതമായ ഒരു ഡിസ്കഷനാണ് നിങ്ങൾ വഴിയൊരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഞാൻ ഇതിൻ്റെ സംഘാടകരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുക. ഞാനത് പറയാനുള്ള കാരണം വെച്ചാൽ CHനെന്നും ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ ആളുകൾ പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പഠനമാണ്. കുട്ടികളോട് CH പഠിക്കാൻ പ്രേരിപ്പിച്ചതിൻ്റെ നന്മയാണ് ഇന്ന് കേരളം ആകെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ വികസനത്തിന് ശിലപാകിയ ആളുകളിൽ പ്രഗത്ഭമായ സ്ഥാനത്ത് നിൽക്കുന്ന CH തന്നെയാണ്. കാരണം CHൻ്റെ കാലഘട്ടത്തിൽ അതിനെ CH എറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അന്നിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൊതുവെ ഉണ്ടായിരുന്നില്ല. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാത്രമേ ശാക്തീകരണമാവുകയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഹാജരാക്കിയ വ്യക്തിയാണ് തൻ്റെ ഭരണത്തിലൂടെ CH. അതിൻ്റെ ക്രിയേഷൻ തന്നെയാണ് നമ്മൾ ഈ യൂണിവേഴ്സിറ്റി. CHൻ്റെ ആ ആഗ്രഹം സഫലീകരിച്ചതിൻ്റെ നന്മ കേരളം എന്നറിയാണ്. വിദ്യാഭ്യാസത്തിലൂടെയുള്ള ശാക്തീകരണം നടക്കാത്തടത്തെല്ലാം ഇതിൻ്റെ ശൂന്യത അനുഭവപ്പെടുന്നുമുണ്ട്. CH ചെയ്തത് സ്കൂളുകൾ ധാരാളമായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പ്രൈമറി സെക്കൻഡറി കാലത്തിൽ തന്നെ ഇവിടെ ആക്സസിബിലിറ്റിൻ്റെ സംഗതി ഉണ്ടായിരുന്നു, ഡ്രോപ്പ് ഔട്ടിൻ്റെ സംഗതി ഉണ്ടായിരുന്നു, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം അതൊക്കെ ഉണ്ടായിരുന്നു. അത് ക്ലീനാക്കി എടുക്കുന്നതിന് ഏറ്റവും ശക്തമായ ശിലപാകിയാണ് CH. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതിന് ശേഷം വന്ന് CH പാകിയ ശിലയിൽ ഓരോ ബ്രിക്സ് എടുത്ത് വെക്കുക എന്നുള്ള ജോലിയെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അസ്ഥിവാരം ഇട്ടത് CH തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷരത കേരളം എന്നും CHനോട് കടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ പ്രസ്ഥാനം ഈ വിധത്തിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കി എന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ്. ഒരു എന്താ പറയുക, ആത്മനിർവൃത്തിക്ക് വഴിയൊരുക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൻ്റെ കാലിക പ്രസക്തി. റീഅഫേമിങ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോമിസ്
ഈക്വൽ സിറ്റിസൺഷിപ്പ് ആൻഡ് ഷെയർഡ് ഹ്യൂമാനിറ്റി. ഇവിടെ തങ്ങൾ പറഞ്ഞു വെച്ച കാര്യം വളരെ പ്രസക്തമാണ്. അടിയന്തരമായി ഓരോ വ്യക്തിക്കും രാജ്യത്തെ ഭരണഘടന രക്ഷിക്കാൻ എന്ത് സാധിക്കുമോ അത് അനിവാര്യമായും ചെയ്യേണ്ട സമയമാണ്. കാരണം ഏത് സമയത്തും ഇത് ടോട്ടൽ കൊലാപ്സിലേക്ക് പോയി. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇപ്പം തന്നെ തേഞ്ഞ് ചെന്ന് വരികയാണ്. തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ മേഖലകളിലും ഈ തകർച്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ആരിസ് ബിലാലും ഞാനൊക്കെ കഴിഞ്ഞ സെഷൻ കഴിഞ്ഞ് വരികയാണ്. അതിന് മുമ്പത്തെ സെഷനും ഇക്കഴിഞ്ഞ സെഷനും ശരിക്ക് നടക്കാതെ പോയി. ഞങ്ങൾ പറഞ്ഞു എത്ര വേണമെങ്കിലും ഞങ്ങൾ ഇരുന്നോളാം, പാതിരയ്ക്ക് 2 ദിവസം വേണമെങ്കിലും ഇരുന്നേക്കാം. പക്ഷേ ആദ്യം ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് പ്രധാനമന്ത്രി, അസമിലെ പ്രശ്നം, അതെ ഈ മണിപ്പൂരിലെ പ്രശ്നം, പ്രധാനമന്ത്രി ദയവായി ഇന്ത്യയിലെ ഡെമോക്രസിയുടെ ഏറ്റവും വലിയ ശ്രീകോവിൽ അവിടെ വന്ന് ഇന്ത്യയിൽ ഏറ്റവും നീറുന്ന പ്രശ്നത്തെ പറ്റി 2 വാക്ക് പറഞ്ഞു. വന്നില്ല. ലോകത്ത് മുഴുവൻ പ്രധാനമന്ത്രി പോകാറുണ്ട്, പക്ഷെ അതിന് വന്നില്ല. പിന്നെ ഇപ്പോൾ പോയി. ഇപ്പോഴെന്താണ് നടന്നത്? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് എന്താണ്? വോട്ടിങ്ങാണ്, ബാലറ്റാണ്. പൗരൻ്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധവും അത് തന്നെയാണ്. പാർലമെൻ്ററി ഡെമോക്രസിയിൽ പൗരൻ്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം ബാലറ്റാണ്. അതിൽ നടന്ന വിക്രിയകളെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി. ശ്രീ രാഹുൽ ഗാന്ധി കൃത്യമായി ഹോംവർക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവതരിപ്പിച്ച സംഗതികൾ അതിനോട് തർക്കിക്കാൻ പോലും അവർക്ക് സാധിക്കാത്ത വിധത്തിൽ ഇന്ത്യയിൽ ജനാധിപത്യം മരിക്കുന്നു എന്ന് തോന്നുന്ന കൃത്യമായ ഒരു സങ്കടകരമായ അവസ്ഥാവിശേഷത്തിലേക്ക് ഈ നാട് പോവുകയാണ്. അവിടെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു ഡിസ്കഷൻ കൊണ്ടുവന്നത്. തങ്ങളിവിടെ അതിനെപ്പറ്റി പറഞ്ഞു. ഞാനതിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ എല്ലാ തലങ്ങളിലും കാണാൻ കഴിയുന്ന ഈ അപജയം തിരുത്താൻ വേണ്ടി ദക്ഷിണാപരമായ ചർച്ചകൾ വലിയ തോതിലുള്ള സംഭാവനയായി തീരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ ഇവിടെ തങ്ങൾ പറഞ്ഞു. എക്സിക്യൂട്ടീവിൻ്റെ, ജുഡീഷ്യറിയുടെ, ഇന്നൊരു ജഡ്ജിയുടെ ഒരു പ്രസ്താവന വായിച്ചു. ഏക സിവിൽ കോഡിന് സമയമായി. ഒരു ജഡ്ജിയാണ് പറഞ്ഞു, ഏക സിവിൽ കോഡിന് ഇനിയും വൈകിക്കൂടാ എന്ന് ജുഡീഷ്യറിയുടെ ഹെഡ് സംസാരിക്കുന്ന വിധത്തിൽ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ വിധത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ആലോചിച്ച്, മുനീർ സാഹിബിൻ്റെയും മറ്റു നേതൃത്വത്തിൽ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് ഈ തപ്പിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ എത്തിക്കാനും വളരെ ദുഷ്ണാപരമായ ചർച്ച നടത്താനും വഴിയൊരുക്കി എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മറ്റൊന്ന്, മാനുഷിക ബന്ധങ്ങളുടെ എഴുതിച്ചേർക്കലാണ്. അതും വളരെ പ്രധാനമാണ്. എത്രയോ നല്ലൊരു രാജ്യം. ഓരോ ദിവസവും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമം. ഇപ്പോൾ ആസാം, നമ്മളിപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും അപകടകരമായൊരു വിധാനത്തിൽ ചെന്ന് നിൽക്കുകയാണ് ആസാം. ഒരു ജനതയെ തുടച്ചു മാറ്റുകയാണ്. അവരെങ്ങോട്ട് പോകും? അവർ സ്റ്റേറ്റ്ലെസ് പേഴ്സൺസായിട്ട് മാറും. രാജ്യം ഉണ്ടാവില്ല, അവർക്ക് സ്റ്റേറ്റ് ഉണ്ടാവില്ല. അവർക്ക് വേരുകളുണ്ടാവില്ല, അവർക്ക് വോട്ടുണ്ടാവില്ല. ആ ഒരു സ്വഭാവത്തിലേക്ക് ഈ രാജ്യം പോകുന്ന ഒരു സ്ഥിതി സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. എങ്ങോട്ടാണിത് ഇപ്പോൾ ബീഹാർ മാത്രമല്ല, ബീഹാറിന് ശേഷം ഈ കൂർത്തുമുട്ട നഖങ്ങൾ രാഷ്ട്രശരീരത്തിൽ തന്നെ അതിശക്തമായി അമർത്തുന്ന ഒരു പരിവർത്തനത്തിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ എളിയ തോതിൽ പറഞ്ഞത്, ഏറ്റവും പറ്റിയ സമയം, ഏറ്റവും പറ്റിയ വിഷയം തിരഞ്ഞെടുത്ത് നിങ്ങൾ ഈ പ്രഗത്ഭരായ ആളുകളെല്ലാം തന്നെ അണിനിരത്തിരിക്കുകയാണ്. ഇത്രയും മനോഹരമായി ടൈമിലിയായും ഈ വിഷയം തിരഞ്ഞെടുത്തതിന് ഒരിക്കൽ കൂടി നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ കേട്ടതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.